എന്ത് പണിയാളെ കാട്ടി എന്തെന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. നിങ്ങൾ ഏത് പള്ളിക്കുന്ന കൂടിയത്? ഞാൻ സ്കൂളിൽ പഠിക്കാത്ത മാലില്ലേ. ആ അവിടെ കുഴപ്പമില്ല. എന്താ സഭ പ്രശ്നം? ചെങ്ങന്മാരൊക്കെ ആദ്യം ഒതു മുറിഞ്ഞില്ലേ? 1700 ആൾക്കാരെ നിസ്കാര പാത്തിലായത്. അതും മൈക്കില് അതായിരുന്നു. എന്ത് പരിപാടികള് കാട്ടിയായി കുറച്ചു നേരം പിടിച്ചെടുത്തേ കൂടായിരുന്നില്ലേ? ഉസ്താദേ, ആകെ കിട്ടുന്ന ഒരു ജുമ്മയാണ്, അതും നിങ്ങൾ ഇല്ലാതാക്കിയാലോ? ഉസ്താദ് നിക്ക്, എന്ത് പരിപാടി ചെയ്ത് ഒതുവാണ് പോയില്ലേ? ഉള്ളു മുറിയണല്ലേ, എല്ലാവർക്കും ഉണ്ടാവണല്ലേ, പടച്ചം പുറത്തോളും സാറെല്ലാം. എവിടേക്കാ ഉസ്താദേ വേഗറ്റ് പോണു? ഒന്നാമത് മെഞ്ഞുട്ടിയാക്കാൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നാളോട്ട് പോണേ. ഈ മാലിൽ മാത്രല്ലേ, അങ്ങേ പുറത്തെ മാലിൽ അറിഞ്ഞതൊക്കെ. ഏതായാലും 10 കൊല്ലം കഴിഞ്ഞില്ലേ, നാട്ടുകാരൊക്കെ മറന്നുണ്ടാവും. വീട്ടിലൊന്ന് കയറി ചായ അടിച്ചു നോക്കാം. അസ്സലാമലൈക്കും. സുഖല്ലേ? പിന്നെ ഇന്റെ മകളെ കല്യാണാണ് അടുത്ത ആഴ്ച 15-ാം തീയതി. അന്റെ കുട്ടിനെ കെട്ടിച്ചാലൊക്കെ ആയോ? പിന്നെന്താ, അതിനത്ര വയസ്സൊക്കെ ആൾക്ക്? വയസ്സ് എത്രയാണെന്ന് വെച്ച് നിശ്ചയല്ല. അന്നേ നമ്മളെ പള്ളിക്കത്തെ കാലേര ഒന്നു മുറിഞ്ഞില്ലേ, അന്ന് ഇന്റെ പെണ്ണുങ്ങള് കദീസ് ഓളെ പെറ്റി അടക്കാണ്. അതിനാണ് കണക്ക്. അന്നാണല്ലോ നമ്മളെ മാലിലെ മൊത്തം ആൾക്കാരെ ജുമാ പാത്തിലായത്. അപ്പൊ അനക്ക് ഓർമ്മ ഉണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഓരിത് മറന്നിട്ടില്ല മാത്രമല്ല, ഒരു ബോളിട്ടത് ഒരു കലണ്ടറെ കൊണ്ടെടുക്കാൻ പോലെ.